ഇന്നലെ നടന്നിരുന്ന ഇന്ത്യ സിംബാബ്വെ തമ്മിലുള്ള ലോകകപ്സിലും കണ്ടിരുന്നു. പിന്നെ കാണാതിരിക്കും. സഞ്ജുവിന്റെ കാര്യം ഞാൻ അപ്പോഴേ പറഞ്ഞാലേ, ഇന്നലെ 24 റൺസ് എടുത്ത് പുറത്തായി. എന്തോ പറയുന്നു. ക്രിക്കറ്റ് അൾട്ടിമേറ്റ്ലി ഒരു ടീം ഗെയിം അല്ലേ. സഞ്ജു 24 റൺസ് ശരിയാണ്, പക്ഷെ ഇന്ത്യ 3.4 ഓവർ ബാറ്റ് ചെയ്യുന്നവരെ സഞ്ജു ക്രീസിലുള്ളായിരുന്നു. അതായത് ഒരു 22 ബോൾ, അതിൽ തന്നെ ഒരു 15 ബോളെ ഫേസ് ചെയ്തുള്ളൂ. പക്ഷെ ആ സമയം കൊണ്ട് സഞ്ജു സെറ്റ് ചെയ്തൊരു ടെമ്പോ ഉണ്ട്. ആ ടെമ്പോയാണ് അവസാനം വരെ സൂര്യകുമാർ യാദവും തിലക് വർമ്മയും അവസാനത്തെ 2 ബോൾ 6 അടിച്ച ഹാർദിക് പാണ്ഡ്യ അടക്കമുള്ളവർ കീപ്പ് ചെയ്ത ആ ടെമ്പോയാണ്. സഞ്ജു മികച്ചൊരു തുടക്കം നൽകി എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അതാണല്ലോ ഒരു ഓപ്പണറുടെ ജോലി. ഓപ്പണറുടെ ജോലി അതൊക്കെ തന്നെ. പക്ഷേ പെട്ടെന്ന് ഒരു ഇന്നിങ്സ് ബിൽഡ് ചെയ്യാൻ ഒരു ക്യാപ്പബിൾ ആയിരുന്നില്ല സഞ്ജു. ഇന്നിങ്സ് ബിൽഡ് ചെയ്യുന്ന ഒരു റോള് കൊടുത്തിട്ടില്ല. ശുഭ്മാൻ ഗിൽ ഉണ്ടായിരുന്നപ്പോൾ ഒരു പക്ഷേ ഉണ്ടായിരുന്നായിരിക്കാം. പക്ഷെ ഇപ്പോൾ കളിക്കുന്ന ഒരാൾക്കും ഒരു ഇന്നിങ്സ് ബിൽഡറുടെ റോള് ഇന്ത്യൻ ടീമിലില്ല. ഒരു ആങ്കർ ഇല്ല. എല്ലാവരും അഗ്രസേഴ്സ് ആണ്. അതിന് മാത്രമുള്ള അഗ്രഷനൊന്നും സഞ്ജുവിൽ കാണാൻ കഴിഞ്ഞില്ലല്ലോ. അവര് 2 6 അടിച്ചു. അപ്പൊ തന്നെ ഇഷാൻ കിഷനേക്കാൾ കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉണ്ട്. സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിരുന്നു. അതിലും പിന്നെ സഞ്ജു ഔട്ടായ ബോൾ കണ്ടിരുന്നു. അത് എല്ലാ തവണ ഔട്ടാണ്. നമീബിയായിട്ട് ഇന്നലെ ഔട്ടായ ബോഡി ലൈനിൽ എറിയുമ്പോൾ അതേപോലെ ലൈൻ എന്നുള്ളതല്ല, അത് ആക്ച്വലി സ്ലോ ബോൾ റീഡ് ചെയ്യാൻ പറ്റുന്നില്ല. സ്ലോ ബോൾ റീഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതൊരു ടെക്നിക്കൽ പ്രശ്നമല്ല, അതൊരു സ്കിൽ വൈസ് പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നു. മുൻപ് വീരേന്ദ്ര സെവാഗ് ദീർഘകാലം ഫോം ഔട്ടായിരുന്ന ഒരു സമയം, അശ്വിൻ ഓർമ്മയുണ്ടോ എനിക്കറിയില്ല. ആ സമയത്ത് വലിയ വലിയ കോച്ചുമാരുടെയും പരിശീലകരുടെയും മുൻതാരങ്ങളിലൊക്കെ സഹായം തേടി. എന്നിട്ടും ശരിയാവാതിരുന്ന ഒരു സംഭവം ശരിയായത് എങ്ങനെയാണെന്ന് ഓർക്കുന്നുണ്ടോ? ഇല്ല. സെവാഗിന്റെ ഐസൈറ്റിന് പ്രശ്നം ഉണ്ടായിരുന്നു. സെവാഗ് കണ്ണട വെച്ചപ്പോഴാണ് ഈ പ്രശ്നം മാറിയത്. അപ്പൊ ഇത് അതുപോലൊരു പ്രശ്നം ഒരു പക്ഷേ ആയിക്കൂടായിക്കൊന്നുമില്ല. സംഭവം ഇത് ഇപ്പൊ നമ്മൾ കണ്ട എല്ലാ പാറ്റേണിലും വന്നിരിക്കുന്നത് സ്ലോ ബോൾ ഓഫ് കട്ടറുകളിലാണ് ഔട്ടായിരിക്കുന്നത്. ഇത് റീഡ് ചെയ്യുന്നില്ല. ഈ റീഡ് ചെയ്യേണ്ടത് എവിടെ നിന്നാണ്? ഒരു സ്ലോ ബോൾ ഒരു ബാറ്റ്സ്മാൻ റീഡ് ചെയ്യേണ്ടത് കൈയുടെ ആക്ഷൻ ബോൾ റിലീസ് ചെയ്യുമ്പോൾ മനസ്സിലാവേണ്ടതാണ്. ആ റിലീസ് പോയിന്റിൽ നിന്നോ അല്ലെങ്കിൽ റെസ്റ്റ് മൂവ്മെന്റിൽ നിന്നോ മനസ്സിലാവുന്നില്ല സഞ്ജു. മനസ്സിലാവാൻ പറ്റാത്ത അയാളുടെ ഒരു ക്യാപ്പബിലിറ്റി. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകിൽ അതായിരിക്കാം, അല്ലെങ്കിൽ ഈ അടി എന്നുള്ള ഒരു സംഭവം മനസ്സിൽ കിടക്കുകയാണ്. അപ്പൊ ഈ ബോള് വരുന്ന ഒരു സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രശ്നം അന്നേരം വരും. എല്ലാ ബോളും അടിക്കാൻ നിൽക്കുമ്പോൾ അതിന്റെ പ്രശ്നം വരാം. ചിലപ്പോൾ ഒരു പക്ഷേ അതാവാം. സഞ്ജു ഒരു പക്ഷെ അവിടെ നിന്ന് കളിച്ചിരുന്നെങ്കിൽ അവിടെ ഒരു സെഞ്ചുറി പറഞ്ഞേനെ. പക്ഷെ ആ നിന്ന് കളിക്കുന്ന ഒരു കളി ഇപ്പൊ ഇന്ത്യൻ ടീമിൽ ആരെങ്കിലും കളിക്കുന്നുണ്ടോ? അങ്ങനെ കളിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഇവരുടെ ഒരു റൂൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുവരെയുള്ള ഇന്ത്യയുടെ ഒരു 2 വർഷത്തെ കളികൾ അധികം നാൾ നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു അഗ്രസീവ് ഇന്റന്റോട് എത്ര നാൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും? ഒരു കൺസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ഒരു പ്ലേയേഴ്സിന് മുന്നോട്ട് പോകാൻ പറ്റില്ല, പക്ഷെ ഒരു ടീമിന് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു താരവും ഇവിടെ പെർഫെക്റ്റ് അല്ല. ഗംഭീറിന്റെ ഒരു സ്ട്രാറ്റജി തന്നെ അതായിരുന്നു, ടീമാണ് വലുത്, താരമല്ല.